അങ്ങനെ ഫൈനലി എന്റെ ഡ്രീം റൂം മേക്ക് ഓവർ നടന്നിരിക്കുകയാണ് ഗൈസ്. ഞാൻ നല്ല ഹാപ്പിയാണ്. എന്റെ ഒരുപാട് കാലങ്ങളായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഫൈനലി വർക്കായിരിക്കുകയാണ് ഗൈസ്. ഇതാണ് എന്റെ റൂമിന്റെ പഴയ ലുക്ക്. ഈ റൂമിൽ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഈ വാള് മൊത്തം നല്ല അലമ്പായിരുന്നു. അതുകൊണ്ട് അതൊന്ന് പെയിന്റ് അടിക്കുന്നതിന് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അത് പെയിന്റ് അടിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കൂടെ ഈ റൂം സെറ്റ് ചെയ്യുന്നത് നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ എക്സൈറ്റഡ് ആയിരുന്നു റൂമിന്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഫർണിച്ചേഴ്സ് ഒക്കെ മാക്സിമം വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയർ ഒരു പേസ്റ്റൽ ബ്ലൂവിലാണ് ചെയ്തത്. എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് വാർഡ്രോബ് ആയിരുന്നു. കാരണം മുന്നത്തെ വാർഡ്രോബിൽ ഒന്നും വെക്കാൻ ഒരു തുള്ളി സ്ഥലം ബാക്കിയില്ല. പിന്നെ എന്റെ ഫേവറേറ്റ് സാധനം ഇതാണ് ഗൈസ്. ഞാൻ പിൻട്രസ്റ്റിൽ ഒരുപാട് കാലമായിട്ട് എടുത്തു വെച്ചൊരു കൺസോളാണിത്. ഞാൻ റെഫറൻസ് കാണിച്ചിട്ട് അതേപോലെ തന്നെ ചെയ്തെടുപ്പിച്ചതാണിത് കേട്ടോ. ഇതെനിക്ക് നല്ലൊരു അടിപൊളി സ്റ്റോറേജ് സ്പേസ് ആണ്. ഈ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സകലമായ സാധനങ്ങളും ഞാൻ ഒരുപാട് നാളായിട്ട് എടുത്തു വെച്ചതാണ്. അതെല്ലാം വെച്ച് റൂം ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ എന്റെ മോന് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് റൂമിന്റെ ഫൈനൽ ലുക്ക്. ഇതിലിനി കുറച്ചുകൂടെ കലാപരിപാടികൾ ഉണ്ട്. എന്തായാലും ഈ റൂമിന്റെ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. ടാറ്റാ.